നമസ്കാരം. അമിത്ഷായുടെ അതിമോഹത്തിന് ഒടുവിൽ അടിയറവ്. പട്ടേൽ മുക്ത രാജ്യസഭയായിരുന്നു അമിത്ഷായുടെ ആഗ്രഹം. അഹമ്മദ് പട്ടേലിനോടുള്ള അടങ്ങാക്കലി തട്ടകത്തിലെ തിരിച്ചടിയിൽ അവസാനിച്ചു. വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ പട്ടേൽ പെടുത്തിയെന്ന പ്രതികാരബുദ്ധിയാണ് അമിത്ഷായെ നയിച്ചത്. വഗേലയെ മുൻനിർത്തിയുള്ള രാജ്യസഭ വ്യാജ ഏറ്റുമുട്ടലിൽ പക്ഷേ അമിത്ഷാ തന്നെ നിലംപൊത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടില്ലായിരുന്നെങ്കിൽ പട്ടേലിന്റെ പതനം പൂർത്തിയായേനെ. ബാലറ്റ് ഉയർത്തി അമിത്ഷായോട് കാട്ടിയ കൂറ് അമിതമായി പോയില്ലായിരുന്നെങ്കിൽ പട്ടേൽ പടിക്കു പുറത്ത് നിന്നേനെ. സാങ്കേതികത്വം സഹായിച്ചില്ലെങ്കിൽ സംഹരിക്കപ്പെടുമായിരുന്നു പട്ടേൽ എന്നാണ് കണക്കുകളും ചൂണ്ടിക്കാട്ടുന്നത്. അഹമ്മദ് പട്ടേലിന്റെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിൽ നിന്ന് കോൺഗ്രസിന് പുറത്തു കടക്കാൻ രാജ്യസഭയിലെ വിജയം വഴിയൊരുക്കുമോ എന്ന സംശയമുയരുമ്പോൾ 6 ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത്. 1. ജനാധിപത്യത്തെ വിലക്കെടുക്കാനുള്ള നീക്കം വിലപ്പോകാതിരുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ കൊണ്ടോ? 2. കേന്ദ്രമന്ത്രിമാർ ഒന്നടങ്കം സമ്മർദ്ദം ചെലുത്തിയിട്ടും നിർണായകമായത് കമ്മീഷന്റെ നിലപാടോ? 3. പട്ടേൽ മുക്ത രാജ്യസഭ സൃഷ്ടിക്കാനിറങ്ങിയ അമിത്ഷായ്ക്ക് കിട്ടിയത് കനത്ത തിരിച്ചടിയോ? 4. രാജ്യസഭാ ഫലം തിരിഞ്ഞുകൊത്തിയതോടെ വഗേലയുടെ വിലപേശൽ ശേഷിക്ക് വിലയില്ലാതായോ? 5. അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തോട് അഹമ്മദ് പട്ടേൽ വിട പറഞ്ഞാൽ ഗുജറാത്തിൽ കളം നിറഞ്ഞു കളിക്കാൻ കോൺഗ്രസിനാകുമോ? 6. അഹമ്മദ് പട്ടേൽ അജയ്യനായതോടെ രാഹുൽ നേതൃപദവി ഏറ്റെടുക്കുന്നത് പിന്നെയും വൈകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം. ആദ്യം ഈ ബുധനാഴ്ചയിലെ പ്രധാന വാർത്തകൾ. അജയ്യനായോ അഹമ്മദ് പട്ടേൽ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ BJP നേതാവ് MT രമേശ്, കോൺഗ്രസ് നേതാവ് M ലിജു, CPM നേതാവ് MB രാജേഷ് MP, ആം ആദ്മി പാർട്ടി നേതാവ് CR നീലകണ്ഠൻ എന്നിവർ. അതിഥികളിലേക്ക് പോകും മുൻപ് 2 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരിടവേള.